ഇതിൽ പരമാവധി പോകാൻ പറഞ്ഞുള്ള ആൾക്കാരുണ്ട്, അത്ര ആൾക്കാർ മാത്രം പോവുക, ലൈസൻസ് ഉള്ള ആൾക്കാർ വണ്ടി ഓടിക്കുക, പിന്നെ വണ്ടി ടാക്സ് പേപ്പർ മറ്റുള്ള ചെയ്ത് വണ്ടി ഓടിക്കാൻ ആരും ഒന്നും പറയില്ല. കൂടുതലായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന റൂട്ടിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. ഓണാഘോഷം പൊടിപൊടിക്കുകയാണ്. പക്ഷേ പലയിടങ്ങളിലും വാഹനങ്ങളൊക്കെ വലിയ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. റോഡുകളിൽ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ നടക്കുന്ന ഇടങ്ങളിലൊക്കെ പോലീസിന്റെയും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പരിശോധന നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നുമുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളെ ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരിക്കുന്നുണ്ട്. അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് അവർക്ക് നൽകുന്ന നിർദ്ദേശം. സാർ, ഇപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് പരിശോധന നടക്കുന്നത്? ഞങ്ങൾ ഇവിടെ ഇന്ന് എല്ലാ സ്കൂളിന് മുമ്പിലും പിന്നെ ഓണാഘോഷ പരിപാടികൾ നടക്കേണ്ടതെന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ RTOയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ പരിശോധനയ്ക്ക് പോകുന്നത്. ഞങ്ങൾ എല്ലാ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇതിൽ അനധികൃത രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ, പിന്നെ അതേപോലെ ലൈസൻസ് ഇല്ലാതെ ആളുകൾ വണ്ടി ഓടിക്കുന്നത്, പിന്നെ അതേപോലെ ലഹരി മരുന്നിന്റെ ഉപയോഗം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിയുന്നത്ര ഞങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അനിയന്മാരുമായിട്ടുള്ള നമ്മളെ മക്കളുമായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തിട്ടും പിന്നെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അതനുസരിച്ചുള്ള കേസുകൾ ഞങ്ങൾ എടുക്കും. പിന്നെ അത് കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ 18 വയസ്സ് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജുവനൈൽ കേസാണ് എടുക്കേണ്ടി വരിക. അപ്പോൾ അതൊക്കെ ഇവർക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടാവും. നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ നടപടികൾ എടുക്കുന്നുള്ളത്. ആ വാഹനമൊക്കെ കസ്റ്റഡി എടുത്തിരിക്കുകയാണോ? അല്ല, വാഹനം കസ്റ്റഡിയില്ല. അതിന് ബാക്കിയുള്ള പേപ്പറുകളൊക്കെ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്തതാണ്. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ പേപ്പറുകൾ ചെക്ക് ചെയ്ത് ഒക്കെ കറക്റ്റാണ്. ഈ വാഹനത്തിന് ടാക്സ് അടച്ചിട്ടില്ല. ഇപ്പോൾ രക്ഷിതാക്കളെ കൊടുത്തു വിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ അവർ ടാക്സ് അടച്ചതിന് ശേഷം ലൈസൻസ് ഉണ്ട്, വണ്ടി ഓടിച്ചാക്കി ലൈസൻസ് ഉണ്ട്. അപ്പോൾ അത് ടാക്സ് അടച്ചതിന് ശേഷം മാത്രം വണ്ടി കൊണ്ടുപോയാൽ മതി എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആഘോഷം അതിരുവിട്ട് തരത്തിലേക്ക് റോഡിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള ഒരു ഘടകം കൂടിയുണ്ട്. അങ്ങനെ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊതുജനങ്ങളും ഉണ്ട്. പിന്നെ അവരെ ഓരോ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ അവർ അതിന്റെ അധികൃതർ തന്നെ പരാതി തരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ തുടങ്ങിയതാ. ഓണാഘോഷം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് ഇങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിധത്തിലേക്ക് ആകരുത് എന്നുള്ള ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. എന്തായാലും വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അമിത വേഗത, അതുപോലെ അപകടകരമായ വിധത്തിലുള്ള യാത്ര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ടുള്ള പരിശോധന പോലീസിന്റെയും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും വാഹനങ്ങൾ ഇപ്പോൾ പിടികൂടിയിട്ടുമുണ്ട്. കോഴിക്കോടത്തെ പരിശോധന ഇപ്പോൾ തുടരുകയാണ്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, മീഡിയ 1.